ഇല്ല അല്ല ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഉത്തരവില്ല, എന്റെ കയ്യിൽ ഉത്തരവില്ല ബ്രോ. ഉത്തരവില്ലെങ്കിൽ കിട്ടാൻ വേണ്ടി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ ഷെയർ ചെയ്യില്ല. എനിക്ക് അറിയാമെങ്കിൽ പറയും. നീ 21ാമത്തെ വയസ്സിൽ അതൊരു മനുഷ്യനോട് ഇല്ല എനിക്ക് ചോദിച്ചാൽ പറ്റത്തുള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ചോദിച്ചാൽ പേഴ്സണൽ കാര്യങ്ങളോട് അല്ല ചോദിച്ചു. സിമ്പിൾ ആയിട്ടുള്ള വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ കഴുത്ത് അടിച്ചു വിടും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ കഴുത്ത് അടിച്ചു വിടും. കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ഗണേഷ് കുമാർ അല്ല. ഗണേഷ് കുമാറിനേക്കാൾ പ്രായം കുറഞ്ഞതില് റോഷാസ്റ്റി വരുന്നതാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ അറിവില് സച്ചിൻ ദേവ് ആയിരിക്കണം. കേരളത്തിൽ സച്ചിൻ ദേവ് ആയിരിക്കണം. ബാലുശ്ശേരി. എന്നാ ഇപ്പൊ നീ എങ്ങനെ ഗൂഗിളിലേക്ക് പോയക്കല്? അതറിയാണല്ലോ. അല്ല അതിനുള്ള ബോധമില്ലെന്ന് പറഞ്ഞില്ല. ബോധമില്ലാത്തവരെ എങ്ങനെ? എന്റെ അറിവില് സച്ചിൻ ദേവ് ആയിരിക്കണം. MLA ഇൻ കേരള ഹിസ്റ്ററി KM സച്ചിൻ ദേവ്. സച്ചിൻ ദേവ് ആണോ? ബാലുശ്ശേരി. അവനല്ലേ തോപ്പിച്ചത് നമ്മളെ ധർമ്മധരൻ തോപ്പിച്ച ബാലുശ്ശേരി. മനസ്സിലായോ? ഓക്കെ. അന്നാ ഞാൻ നിന്നോട് വേറെ ചോദ്യം ചോദിക്കാം. എനിക്ക് ഉത്തരം കിട്ടത്തില്ല. എന്റെ കയ്യിലും ഫോണും ഇല്ല. ഓക്കെ, ഫോൺ നമുക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് സെർച്ച് ചെയ്യാം. നീ ഇപ്പൊ ചോദിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA അല്ലേ? ഞാൻ എന്ത് ചോദിക്കാൻ വന്നാണല്ലോ, മറന്നുപോയല്ലോ. ഒന്നാലോചിച്ചോടെ. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ അത് പറയുന്ന എന്നും സത്യം ഒന്ന് കരുതരുത്. ഇന്നുള്ള നാളെ മറിയട്ടോ. ഗൂഗിളാ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരാ? നമ്മളെ ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. എന്റെ പൊന്നു മനുഷ്യ. 21ാമത്തെ വയസ്സില് മേയർ ആയതാണ് ആര്യ രാജേന്ദ്രൻ. ഇല്ല നാടോടി മന്നനാണ് പാലക്കാട്. മറ്റേ പാലക്കാട് തിരുവനന്തപുരത്തുനിന്ന് ബോംബേറ് അല്ലല്ല, പാലക്കാടിനാ വന്നത്. എതിരാ പാലക്കാട് സമരം ചെയ്യാൻ വന്നത്. അങ്ങനെ വരുമ്പോ ദിലീപായിരിക്കും. മന്നൻ മന്നൻ നാടോടി മന്നൻ. നിനക്ക് വയ്യ കേട്ടോ, എവിടെ ഇരിക്കുക. എടാ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഉത്തരത്തിന് എന്തെങ്കിലും പോയപ്പോണ്ടോ? അല്ല, അത് കഴിഞ്ഞിട്ട് ദ്രൗപദി മുർമുദി എന്നാണ് എനിക്ക് തോന്നുന്നത്. ദ്രൗപദി മുർമു എന്നാല് ഇന്ത്യയിലെ എത്ര വനിതാ രാഷ്ട്ര പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്? മുന്നേ നമ്മളെ പ്രതിഭ പാട്ടീലുണ്ടായിരുന്നു. എന്നാ മലയാളിയായിട്ടുള്ള രാഷ്ട്രപതി കോട്ടയംകാരനായിട്ടുള്ളത് കോട്ടയംകാരൻ തന്നെയല്ലേ? കോട്ടയംകാരൻ. അയാൾ പേരെന്തായിരുന്നു? KR നാരായണനാണോ? KR നാരായണൻ. അതൊക്കെയാണ് KR നാരായണനാണ് കോട്ടയംകാരനെ. ഇന്ത്യയിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പ്രസിഡന്റ് ഉണ്ടായത് KR നാരായണനാണ്. പുള്ളി മലയാളിയാണ്, കോട്ടയംകാരനാണ്. ഞാനത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പണ്ടെപ്പോ പഠിച്ച് ഓർമ്മയില് എല്ലാവരുടെ മനസ്സിലും രാഷ്ട്രപതി പറയുമ്പോൾ വരുന്നൊരു പേരുണ്ട് APJ അബ്ദുൽ കലാം. പുള്ളിയുടെ കുട്ടിക്ക് രാഷ്ട്രപതി സ്ഥാനത്ത് പോയാൽ സ്വപ്നം കാണാൻ പഠിക്കുന്നത് മിസൈൽ മാൻ അതിൽ തർക്കമില്ല പോലെ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യ ഒരു റോക്കറ്റ് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്നതിൽ പുള്ളിയുടെ സ്വപ്നം കണ്ട്. എന്നാല് ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ ഇന്ത്യയിലെ? APJ വാജ്പേയി. പുള്ളിനെ ഞാൻ മനസ്സിലാക്കിയത് ഓരോ
ഞാനതാ പറയുന്നില്ല ഞാൻ പുള്ളി വെച്ചപ്പോ പുള്ളിയുടെ ചന്ദ്രത്തിന്റെ തരി ഇട്ടിട്ട് കത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം പുള്ളിയുടെ പ്രാധാന്യം മനസ്സിലാക്കി. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ പ്രാധാന്യം മനസ്സിലാക്കിയത് ആ ഒരു സമയത്ത് വരച്ചില്ല. എന്റെ അറിവ് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ആരാ? ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് നമ്മളെ ഞാൻ പറഞ്ഞാ അല്ലല്ല, പുള്ളിയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് അത് വലിയൊരു കഥയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കഥയൊന്നും കേൾക്കണ്ട. അമിത്ഷാ. ഓക്കെ, കഥയുണ്ട് പറയാൻ വേണ്ടി. കഥ എനിക്ക് കേൾക്കണ്ട, എനിക്ക് കഥ പറയാനുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ ദ കഥ. എനിക്ക് ഉത്തരം മാത്രം കിട്ടിയാ മതി. അമിത്ഷാ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ പിണറായി വിജയൻ. ജലവിഭവ മന്ത്രി ആരാ? ജലവിഭവ മന്ത്രി അറിയാം, അല്ല നമ്മളെ മറ്റേ ഒരു ചങ്ങയിരുന്നു, അരച്ച മുകളിലൊരു ചങ്ങയ്യ. ഒരിക്കലും അല്ല. ജലവിഭവ മന്ത്രി നമ്മുടെ നാട്ടുകാരെ, ഒന്ന് പറഞ്ഞ നമ്മുടെ മന്ത്രി, ഞങ്ങളുടെ മന്ത്രി റോഷിയാസിനാണ്. റോഷിയാസിനാണോ ജലവിഭവ മന്ത്രി? ഇല്ലടാ, ആണോ? ആണ്. ജലവിഭവ അല്ല റോഷി, എനിക്കറിയത്തില്ലടാ. ജലവിഭവ മന്ത്രിയാണോ? അല്ല, അത് മറ്റേത് ഇലക്ട്രിസിറ്റി അല്ല. ഇല്ലല്ലോ. ഓക്കെ, എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ജലവിഭവ മന്ത്രിയാണ് റോഷി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിനക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ നമ്മൾ ഇടുക, ഗൂഗിൾ നമുക്ക് വേണ്ട. അത് പറ്റത്തില്ല. അല്ല, നമുക്ക് നാളെ നോക്കാം. അല്ല, നാളെ അല്ല. എന്നാ പിന്നെ കേരള ഉത്തരം കിട്ടിയാക്കണം. നീ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് നിനക്ക് ഉത്തരവ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം. എന്നാ പിന്നെ നമ്മള് റോഷിയാസിൻ സെർച്ച് ചെയ്ത് നോക്കും. റോഷിയാസിൻ മന്ത്രിയാണ്, എന്തിന്റെ മന്ത്രിയാന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ എന്ന് വെച്ചാല് നമ്മളെ കെ എം മണിയുടെ വാട്ടർ റിസോഴ്സ് ഓക്കെയാണോ? വാട്ടർ റിസോഴ്സ് റോഷിയാസിൻ മൂലവരം വന്നതാണ്. കെ എം മാണിയുടെ മോന് വരം വന്നതല്ല, റോഷിയാസിനാണ് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് നമ്മുടെ MLA. നമ്മുടെ ഇടുക്കി, ഞാൻ റോഷിയുടെ മണ്ഡലക്കാരനാ. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് റോഷിയാണ് നമ്മുടെ MLA. നമുക്ക് രാഷ്ട്രീയം വിട്ട് സ്പോർട്സിലേക്ക് പോവാം. 2010 വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന രാജ്യം ഏതാ? ആണ്. ആ പാട്ട് പാടി തരാം. ഷക്കീറ. ഷക്കീറയുടെ ഹസ്ബൻഡ് ഒരാളുണ്ടായിരുന്നു, PK ആയിരുന്നു. അതായത് സ്പെയിനിന്റെ PK, ബാഴ്സലോണയുടെ PK ആയിരുന്നു. എന്നാ ചരിത്രത്തില്, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത്? റൊണാൾഡോയാണ്. റെക്കോർഡിക്കലി പറയുമ്പം റൊണാൾഡോയാണ്. പക്ഷെ ഇപ്പോഴും കുറെ പേര് പറയുന്നത് പെലെയാണ്. പെലെ 1250. അല്ലടാ, ഇന്റർനാഷണൽ അല്ലടാ, ഓൾ കരിയർ പെലെ 1250+ ഗോളുകൾ നേടിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിന് തെളിവുകളില്ല. പക്ഷെ റൊണാൾഡോ അടിച്ച എല്ലാ ഗോളുകൾക്കും തെളിവുകളുണ്ട്. 931 ഗോളുകളായി. ഈസ് ദ ഫസ്റ്റ് മാൻ ടു, അതായത് ഫിഫയുടെ എല്ലാവരുടെ റെക്കോർഡ് അനുസരിച്ച് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് റൊണാൾഡോയാണ്. ആക്റ്റീവ് പ്ലേയേഴ്സില് 3-ാം സ്ഥാനത്തുള്ള ഒരു ഇന്ത്യക്കാരനാണ്. റിട്ടയർഡ് ആയി പോയിട്ട് തിരിച്ചു വന്നിട്ട് സുനിൽ ഛേത്രിയാണ്. പക്ഷെ ഇന്റർനാഷണൽ ഗോളുകളിൽ ആദ്യമായിട്ട് 100 ഗോൾ അടിച്ച ആരാ പറയാമോ? അല്ല, റൊണാൾഡോയ്ക്ക് മുമ്പ് ഒരാള് 100 ഗോൾ അടിച്ചു. എനിക്ക് തോന്നുന്നു അലി, സംതിങ് അലി, അങ്ങനെ പറഞ്ഞതിനകത്ത് 110 ഗോളുകൾ ഉണ്ടായിരുന്നു. ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്ന്, അതായത് ഒരു ചെറിയ രാജ്യം, ഫുട്ബോൾ വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരു രാജ്യത്ത് കയറി വന്ന അലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ പോലെ ഒന്നുമില്ല, അതുപോലത്തെ ഒരു രാജ്യത്ത് നിന്ന് വന്ന ഒരു അലി എന്ന് പറഞ്ഞ ഒരാളാണ് അലി. എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഇതില്ല. പുള്ളിയാണ് ഇന്റർനാഷണൽ റെക്കോർഡിക്കലി ഏറ്റവും ഇത്. ഇപ്പോൾ ഉള്ള ആക്റ്റീവ് പ്ലേയേഴ്സിലും ടോപ്പ് പ്ലേയേഴ്സിലും ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത് റൊണാൾഡോയാണ്. 131 മുകളിലും കണ്ടായി. രണ്ടാമത് മെസ്സിയാണ്, 112 സംതിങ് എങ്ങാണ്ടായി. ഛേത്രിയാണ് ഇപ്പോൾ ആക്റ്റീവ് പ്ലേയേഴ്സില്. പക്ഷെ നെയ്മർ മിക്കവാറും അത് തകർക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എംബാപ്പെ തകർക്കും. എംബാപ്പയും അത്യാവശ്യം നല്ല ഗോളായിട്ടുണ്ട് ഫ്രാൻസിന് വേണ്ടിയിട്ട്. എന്നാല് വേറെ ചോദ്യം, ദൈവത്തിന്റെ ഗോള്, ദൈവത്തിന്റെ കൈവതിഞ്ഞ ഗോൾ എന്ന് പറയുന്നത്
മറഡോണ. ഇറ്റ്സ് എ ക്ലിയർ ഹാൻഡ് ബട്ട് ഇറ്റ്സ് എ ഗോൾ. വാർ ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അത് റഫറിക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സാധിച്ചില്ല. പക്ഷെ അത് പുള്ളി പറഞ്ഞപ്പോഴാണ് ഹാൻഡ് ആണുള്ള കാര്യം. ദൈവത്തിന്റെ സ്വന്തം കയ്യിൽ നിന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ് അതൊരു ദൈവത്തിന്റെ ഗോളാ. എന്നാ പിന്നെ 2014 വേൾഡ് കപ്പ്, ഓക്കെ 2014 വേൾഡ് കപ്പ് നടന്ന എവിടെയാ? 2014 വേൾഡ് കപ്പ് നടന്നത് 2014 നമ്മളെ റഷ്യയിലാണോ? 2018 റഷ്യ അല്ല 2018 റഷ്യ. 2018 റഷ്യ. 2014 നടന്നത് വെച്ചാല് ബ്രസീൽ ബ്രസീലില് 7-0 അല്ല 7-1 7-1 ജർമ്മനി അടിച്ചായിരുന്നു. അന്ന് ആരാ ഫൈനലിൽ പോയടിച്ചേ? 14ാമത്തെ മിനിറ്റില് ആരടിച്ചേ? എനിക്ക് പേരറിയത്തില്ല. ക്ലോസേ ക്ലോസേ ക്ലോസി അല്ലടാ, ഒരു പുതിയ ക്ലോസേ ആര്? അഴടാ തെർച്ചടാ. 114ാമത്തെ മിനിറ്റില് 114 എനിക്കത് മിനിറ്റ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. മെസ്സിന്റെ അവസാനത്തെ ഒരു മിനിറ്റുകളുണ്ട്. ഞാൻ മെസ്സിന്റെ ഫാനല്ല, പക്ഷെങ്കിൽ അറിയത്തില്ല ഒരു സമയം കൊണ്ട് ഗോഡ്സെ ക്ലോസേ അല്ല ഗോഡ്സെ 113ാമത്തെ മിനിറ്റില് ഗോഡ്സയുടെ ഒരു ഗോള്. അല്ലേ? ആ ഗോഡ്സെ. അങ്ങനെയാണേല് 2004 എന്ന് പറയുന്ന വർഷം ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള വർഷമാണ്. കാരണം 2004 2004 ആ 2003 വേൾഡ് കപ്പ് നടന്നത്. അത് കഴിഞ്ഞിട്ട് 2002 വേൾഡ് കപ്പ് നടന്നത്. 2002 ബ്രസീലാണ് കപ്പടിക്കുന്നത്. 2004 യൂറോ കപ്പില് ഫൈനലില് പോർച്ചുഗലും വേറൊരു രാജ്യമായിരുന്നു. പോർച്ചുഗലും സ്വീഡനാണോ? അല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രാജ്യമാണ്. അല്ല, ഗ്രീസ് ആയിരുന്നു. ഗ്രീസ് 2004 ഗ്രീസാണ് കപ്പടിച്ചത്. ഗ്രീസാണ് കപ്പടിച്ചത്. ആ സമയത്തുള്ള 2004 ഫുട്ബോളിന്റെ ചരിത്രത്തില് മിറാക്കിൾ ഇയറാണ്. പ്രീമിയർ ലീഗ് അടിച്ചതും സ്പാനിഷ് ലീഗ് അടിച്ചതും ബുണ്ടസ് ലീഗ് അടിച്ചതും യൂറോ കപ്പ് അടിച്ചതും ചാമ്പ്യൻസ് ലീഗ് അടിച്ചതും എല്ലാം ഒട്ടും പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളാണ്. അങ്ങനെ ഒരു ഇതായിരുന്നു. ഇതിനെല്ലാം പ്രതികാരമായിട്ട് ഒരു കൊല്ലം പോർച്ചുഗൽ യൂറോ കപ്പ് അടിച്ചു. അല്ല, 2018 യൂറോ കപ്പ് ഇല്ല. 2018 പോർച്ചുഗൽ യൂറോ അല്ല, 2018 2016 2016 ഫൈനലില് ഫ്രാൻസിനെ തോപ്പിച്ചുകൊണ്ട് യൂറോ കപ്പ് അടിക്കുന്നത്. 2016 പോർച്ചുഗൽ ആദ്യമായിട്ട് യൂറോ കപ്പ് അടിക്കുന്നത്. അവരുടെ ആദ്യത്തെ ഒരു രാജ്യാന്തര കിരീടമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേഷൻസ് കപ്പ് കൂടെ അടിച്ചു. പോർച്ചുഗലിന് 2-2 ചരിത്രത്തിൽ 2 കപ്പുകളേ ഉള്ളൂ. ഒന്നൊരു യൂറോ കപ്പ്, ഒന്നൊരു നേഷൻസ് കപ്പ്. 2016 യൂറോ കപ്പും 2018 നേഷൻസ് കപ്പും ഇത് രണ്ടുമാണ് പോർച്ചുഗൽ ആകപ്പാടെ അടിച്ചിരുന്ന 2 കപ്പുകൾ. പക്ഷെ അതിന് വേൾഡ് കപ്പിനോട് പ്രാധാന്യമുണ്ട്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അടുപ്പിച്ച് 100 കൊല്ലം ട്രിപ്പിൾ അടിക്കുന്ന ഒരു സമയമുണ്ട്. ഏത് ടീമാണ്? അതായത് ചാമ്പ്യൻസ് ലീഗ് അടിപ്പിച്ച് 3 കൊല്ലം അടിക്കുന്ന ഏക ടീമുള്ളൂ. ഏതാ? ചാമ്പ്യൻസ് ലീഗ് 15, 16, 17 റയൽ മാഡ്രിഡ് അടിപ്പിച്ച് 3 കൊല്ലം ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്. അന്ന് റൊണാൾഡോ ടീമിലുണ്ടായിരുന്നു. അല്ല, റൊണാൾഡോ ടീമിലുണ്ട്. പക്ഷേ അവസാനത്തെ ഇതടിക്കുമ്പോൾ ഞാനിപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ അവസാനത്തെ റൊണാൾഡോ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ മുഹമ്മദ് സലേന ഞാൻ പറയും തന്തയിലായി തരാം. പക്ഷേ മാച്ച് ആയിരിക്കാം. പക്ഷേ ഞാൻ പറയും റാമോസ് ചെയ്തത് തന്തയിലായി. മൈ പോയിന്റ് ഓഫ് വ്യൂ തന്തയിലായി മരിച്ചാലും, അതായത് എന്നുള്ള ഇതുണ്ടാവും. അതായത് ഞാൻ കളിക്കുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ്, കൂടെ കളിക്കുന്ന നീയാണെങ്കിലും വേറെ ആരാണെങ്കിലും കളി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തു. ലിവർപൂളിനെതിരെ നീ പറയുന്നത് ആ ലിവർപൂളിനെതിരെ നമ്മൾ കളിക്കുമ്പോഴല്ലോ അതിനകത്ത് ബെൻറ്റൺ മിസ്റ്റേക്ക് വെച്ച് അവരുടെ കീപ്പറാണ്. അവർ കീപ്പറിനെതിരെ ബെയിലൊരു ഗോൾ അടിക്കുന്നു. കാനോറടിക്കണം. ബെൻസിമ അതുപോലെ തന്നെ ഒരു ബെയിലിന്റെ ഒരു ഷോട്ട് കീപ്പറിന്റെ കയ്യിൽ കയറി പോകുന്നു. റൊണാൾഡോ നോക്കി നിൽക്കുന്നുണ്ട് 2 ഗോൾ കണ്ടിട്ട്. പക്ഷേ റൊണാൾഡോന്റെ മുഖത്ത്
അത് തിരിയുന്ന പുഞ്ചിരിയല്ല കേട്ടോ ക്ലോസായിട്ട്. പക്ഷേ ഞാൻ റൊണാൾഡോനെ കുറ്റം പറയുന്നില്ല. അല്ല, ഞാൻ കുറ്റം പറയുന്നില്ലെന്നോ എന്ന് വെച്ചാൽ ഞാൻ അന്നല്ല റൊണാൾഡോൻ്റെ ഒരു വലിയൊരു ഫാനായിരുന്നു. പക്ഷേ റൊണാൾഡോ എന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ റൊണാൾഡോൻ്റെ ഫാനാണ്, ഫുട്ബോളിൻ്റെ ആരാധന. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുട്ബോളിൻ്റെ ഞാൻ ഫുട്ബോളിൻ്റെ ആരാധന. എന്നെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് മെസ്സി എന്ന് പറയുന്ന മനുഷ്യനോട് ഒരിക്കലും ഒരു വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഞാൻ സ്നേഹിക്കുന്ന ഫുട്ബോളിനെ ഇൻവോൾവ് കൾച്ചറാണ്. അതായത് ജനിച്ചപ്പം മുതലേ കഴിവുള്ള ഒരു മനുഷ്യനാണ് മെസ്സി. പക്ഷേ റൊണാൾഡോ എന്ന് പറയുന്ന ആള് ട്രെയിൻ ചെയ്ത് കയറുന്നവരാണ്. അങ്ങനെ മെസ്സി ട്രെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മെസ്സി ട്രെയിൻ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ ചോദിക്കട്ടെ. എടാ 2008 റൊണാൾഡോ, അതായത് 2008 നീ ഇപ്പോൾ യൂട്യൂബിലെടുത്ത് ചോദിച്ചു 2008 റൊണാൾഡോ, നീ അതിന് അതൊക്കെ മുന്നേ കിടക്കുന്നുണ്ട് റൊണാൾഡോന്റെ 2013 തൊട്ടിട്ട്. ഞാൻ റൊണാൾഡോനെ അറിഞ്ഞത് 2010 ആയിക്കോട്ടെ. 2008 റൊണാൾഡോ കാണിച്ച പെർഫോമൻസിന് മണ്ടയില് ഈ ഒരു സാധനം കാണിക്കാൻ നിനക്ക് ഇപ്പം പറ്റുന്നുണ്ടെങ്കിൽ നീ പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടടാ 2008 റൊണാൾഡോയ്ക്ക് മണ്ടയില് ഈ ഒരു കാര്യം നീ എന്നോട് ഉന്നയിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞാൻ പറയുന്നത് റൊണാൾഡോ വേൾഡ് കപ്പ് അടിച്ചു എല്ലാം അടിച്ചു. പക്ഷേ വേൾഡിലെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ബാലൻഡിയറോ അല്ല. പിന്നെ ബാലൻഡിയർ എന്താടാ? ബാലൻഡിയർ ഇസ് എ ഫ്രഞ്ച് മീഡിയ മാൻ. ജസ്റ്റ് ലൈക്ക് വോട്ടിംഗ്. ഞാൻ നിന്നോട് അതെല്ലാം ഞാൻ വിടുന്നു. ഞാൻ ചോദിക്കട്ടെ, 2008 റൊണാൾഡോയുടെ കരിയർ ഹിറ്റ്സില് മണ്ടയിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനം, 2008 റൊണാൾഡോയുടെ കരിയർ ഹിറ്റ്സിൽ മണ്ടയിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനം എനിക്ക് ഞാൻ പറഞ്ഞ മൊത്തം കേൾക്കുക. അതിന് മണ്ടയിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ ഏതെങ്കിലും ഒരു വർഷം നീ കാണിച്ച് തന്നാൽ, 2008 റൊണാൾഡോയ്ക്ക് മണ്ടയിലുള്ള ഒരു പ്ലെയറെ നീ കാണിച്ച് തന്നു കഴിഞ്ഞാൽ റൊണാൾഡോ ഒന്നും ഉയർന്നു അവിടെ മെസ്സി ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലില്ല, 2008 മെസ്സി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാൻ നിന്നോട് പറയട്ടെ, 2008 ബുസ്കാസ് റൊണാൾഡോയ്ക്കാ, ഗോൾഡൻ ബൂട്ട് റൊണാൾഡോയ്ക്കാ, പ്രീമിയർ ലീഗ് പ്ലെയർ റൊണാൾഡോയ്ക്കാ, ബാലൻഡിയോർ റൊണാൾഡോയ്ക്കാ. ഈ ബാലൻഡിയോർ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാ കിട്ടുന്നത്? ഞാനൊന്ന് പറയുന്നത് മാത്രം നീ കേൾക്കാം. 2008 ഫിഫ ദ ബെസ്റ്റ് റൊണാൾഡോ. അതെങ്ങനെ കിട്ടുന്നത്? ഫിഫ ദ ബെസ്റ്റ് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞ കേൾക്കുന്നു. 2008 ഫിഫ ദ ബെസ്റ്റ് റൊണാൾഡോ, ബാലൻഡിയോർ റൊണാൾഡോ, ഗോൾഡൻ ബൂട്ട് റൊണാൾഡോ, പുസ്കാസ് അവാർഡ് ഫസ്റ്റ് പുസ്കാസ റൊണാൾഡോ, പ്രീമിയർ ലീഗ് റൊണാൾഡോ, ചാമ്പ്യൻസ് ലീഗ് റൊണാൾഡോ, ക്ലബ് വേൾഡ് കപ്പ് റൊണാൾഡോ. ഈ നിലവിലെ കളിക്കാർ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ്. നിലവിലെ കളിക്കാരിൽ വെച്ചിട്ട് ഇപ്പം കളിക്കുന്ന പ്ലേയേഴ്സിൽ എനിക്ക് തോന്നിയതിൽ, അതായത് ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പ്രായം എല്ലാം കൊണ്ടും ഒന്ന് ലെവൻഡോസ്കി നല്ലൊരു ഗോൾ സ്കോറർ, യാമൽ നല്ലൊരു സ്കോററാണ്, നല്ലൊരു പ്ലെയറാണ്, 17 വയസ്സ് 19 വയസ്സ് കണ്ടു. റോഡ്രിഗോ നല്ലൊരു പ്ലെയറാണ്. ഹാലൻഡ് മങ്ങിപ്പോയി ഇത്തവണ, എംബാപ്പെ മങ്ങിപ്പോയി, ഹാലൻഡ് മങ്ങിപ്പോയി, എംബാപ്പെ മങ്ങിപ്പോയി. നല്ലൊരു പ്ലെയർ പക്ഷെ വേറെ എഴുതണം ആരാ പറയുക? അയ്യോ, നമ്മളെ ഇംഗ്ലണ്ടിന്റെ അല്ലടാ. ഓ, ബയലിൽ കളിക്കുന്നേ, ബയലിലെ ബാക്കി. അയ്യോ, അൽഫോൺസോ ഡേവിസ്. എടാ ഞാനിപ്പം കഴിഞ്ഞോട്ടെ, ഇപ്പം നമ്മളെ ലാലിഗയിൽ 2ാം സ്ഥാനത്തുള്ള ടീം ഏതാ? റയൽ ബെറ്റിസ്. ആന്റണി പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിന്റെ ചെണ്ട അടിച്ചെടുത്തത് നശിപ്പിച്ചെന്നും പറഞ്ഞ് യുണൈറ്റഡ് ആരാധകർ പോലും ഗോഡ് ആന്റണി എന്ന് പറഞ്ഞ്, അല്ല ഗോഡ് ആന്റണി എന്ന് പറഞ്ഞ് കളിയാക്കി വിട്ടതാ. ആന്റണി വന്നേപ്പിന്നുണ്ടല്ലോ, ആന്റണി വന്നേ പിന്നെ റിയൽ ബെറ്റിസിനുണ്ടായ റയൽ 2ാമത് ഇപ്പോഴും ലാലിഗയിലെ റയൽ 2ാമതല്ല. പന്തേ പിടിക്കുന്നു ഇപ്പൊ. ഞാൻ പറയട്ടെ, 68 പോയിന്റ്, 65 പോയിന്റ്, അല്ല 64 പോയിന്റ്. റയൽ ബെറ്റിസ് എത്ര സ്ഥാനത്ത് എനിക്കറിയില്ല. 2ാമത് എന്തായാലും അമ്മാര. ഫസ്റ്റ് ബാഴ്സലോണ ലാലിഗ ടീമുകളിൽ നീ നോക്കിയോ, ഫസ്റ്റ് ബാഴ്സലോണ 30 കളിയിൽ 67 പോയിന്റ്, 2ാമത് റയല് 30 കളിയിൽ 60 പോയിന്റ്, അത്ലറ്റിക്കോ പറഞ്ഞ 30 കളിയിൽ 60 പോയിന്റ്. ഇല്ല റയല് റിയൽ ബെറ്റിസ് 6ാം സ്ഥാനത്ത് 60 കളിയിൽ 47 പോയിന്റ്.
ഓക്കെ അമ്മാര് കയറി വരും. എനിക്ക് മാറിപ്പോറാം. അമ്മാര് കയറി വരും. അമ്മാര് നന്നായിട്ട് കയറി വരും. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ക്രിക്കറ്റിലേക്ക് പോകാം. ക്രിക്കറ്റിലേക്ക് പോവാം. ഓക്കെ, ലാസ്റ്റ് വേൾഡ് കപ്പ് അടിച്ച രാജ്യം ലാസ്റ്റ് വേൾഡ് കപ്പ് ഓസ്ട്രേലിയ. ഇന്ത്യയിൽ വെച്ചിട്ട് 1.5 ലക്ഷം കാണികളെ കരയിപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയ വേൾഡ് കപ്പ് ആരെ സെഞ്ചുറി അടിച്ചത്? നമ്മളെ ട്രാവിസ് ഹെഡ് അടിച്ചു. സെറ്റ് T20 വേൾഡ് കപ്പ്. ഇന്ത്യ വേൾഡ് കപ്പ് അവസാനം അടിച്ചത് ദക്ഷിണാഫ്രിക്കനെ കരയിച്ചുകൊണ്ട് ഇന്ത്യ അടിച്ചുകൂടാ. ഇന്ത്യ അടിച്ചു ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫി അടിച്ചതിന് ഞാനങ്ങ് വലിയ അധികം ആർഭാദിച്ചിട്ടില്ല. ഒരൊറ്റ പിച്ചിൽ അടിച്ചതുകൊണ്ട് ഇന്ത്യ അടിച്ചത്. എന്നാൽ കൊണ്ടും ഞാനത് വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയില്ല. ടെസ്റ്റ് വേൾഡ് കപ്പ് ചെയ്തിട്ട് നടന്നുപോയി. അത് കഴിഞ്ഞു. ലാസ്റ്റ് ടെസ്റ്റ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നടന്ന ഇപ്പൊ ഫൈനലിൽ കയറി നിൽക്കുന്നേ ഉള്ളൂ. ഫൈനലിൽ കയറി നമ്മൾ ഇന്ത്യനെ തോപ്പിച്ചിട്ട് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക കയറിയുണ്ട്. ഇവരായിട്ടുള്ള ഫൈനൽ ന്യൂസിലൻഡാണ് ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രേലിയ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക നടക്കാൻ പോകുന്നത്. അത് വെച്ചാൽ നമ്മളെ ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് T20 വേൾഡ് കപ്പ് അടിച്ചത് ഇന്ത്യ, ചാമ്പ്യൻസ് ട്രോഫി അടിച്ചത് ഇന്ത്യ, വേൾഡ് കപ്പ് അടിച്ചത് ഓസ്ട്രേലിയ, മറ്റേ അവര് ഫൈനലിലാണ് കയറി കിടക്കുന്നത്. ടെസ്റ്റ് വേൾഡ് കപ്പ് അടിച്ചതും ഓസ്ട്രേലിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എടാ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അറിയത്തില്ല. നീ സെർച്ച് ചെയ്തേക്ക് അടിച്ചോ ഇല്ലയോ എന്നുള്ളത്. അല്ല ബ്രോ ഇതെന്നെ പരിപാടി. ഇതാ ഇവന് എന്നെ തോപ്പിക്കണം ചോദ്യം ചോദിച്ചിട്ട്. ഞാൻ അവനെ തോപ്പിക്കണം ചോദ്യം ചോദിച്ചിട്ട്. നമ്മൾ രണ്ടാളും തോക്കുന്നില്ല. അങ്ങനെയല്ല, ജനറൽ നോളജ്. അവനും നോക്കുന്നില്ല, ഞാനും നോക്കുന്നില്ല. അവൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നത്. അവൻ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്കൊരു സഹായമായിരിക്കാം. അല്ലേ, ഞാൻ ചോദിക്കുന്ന ഇപ്പോഴും ഉത്തരം അവനോട് സഹായിക്കും. എടോ നമ്മളെ എല്ലാം പൊട്ടെ പാടിപ്പേക്ക്. നമ്മുടെ സംസാരം പറഞ്ഞാണല്ലോ നമുക്ക് അറിവുകൾ എന്തെങ്കിലും നേടാൻ പറ്റുമോ അത്രയും. എന്നാ ചേട്ടാ, ഇപ്പൊ 30 വയസ്സ്, 36ാമത്തെ വയസ്സിൽ അവസാനത്തെ PhD എഴുതിയിരുന്നത്. 36 ഈ മാറ്റം ഇപ്പൊ പണി പോയി കഴിഞ്ഞാലും നാട്ടിൽ ചെന്ന് ഞാൻ PhD ട്രൈ ചെയ്യും. ഇൻ കേസ് കിട്ടിയാൽ അവിടെ ഒരു ഗവൺമെന്റ് ജോലിക്ക് കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറും. കാർഡ് എക്സ്പയർ ആവുന്നുണ്ട്. കമ്പനി പോയി കഴിഞ്ഞാൽ കാണല്ലോ. അതിനായിട്ട് കമ്പനി പോകുന്നത് നാട്ടിൽ പോകുന്ന എക്സാം എഴുതുന്ന കയറി ഇങ്ങോട്ടേക്ക് കയറും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, എഴുതിയിരിക്കുന്നു. രാത്രി 12 മണി, നാളെ ഡ്യൂട്ടി ഇല്ല. 12 മണിയാ 3:30. ഓക്കെ, നമ്മൾ ഇത്ര സമയം ക്വസ്റ്റ്യൻസ് നിങ്ങള് എന്നാ പരിപാടി നിങ്ങൾ കുത്തിയെടുക്കണം. നമ്മൾ വർത്തമാനം ചേട്ടാ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്ക്. അടുത്തേതാ എനിക്ക് അങ്ങനെ അറിയാൻ നോക്കാം. നമുക്ക് ഒരുമിച്ച് എനിക്കിട്ടാണോ ഇനി അടുത്ത് ചേട്ടാ? ഇനി നിങ്ങളോടാണ് ചോദിക്കുന്നത് ഈ ഗർഭസ്ഥ കാലാവസ്ഥയെ കുറിച്ച്. ഗർഭസ്ഥ കാലാവസ്ഥ, ഗർഭത്തിലെ കാലാവസ്ഥ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഒരു മനുഷ്യന്റെ, അതായത് ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ കാലാവസ്ഥ, അല്ല ഗർഭസ്ഥ സംഭവം, അതായത് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിട്ട് കുറഞ്ഞത് എത്ര ദിവസം? അല്ലല്ല, നീയല്ല പറയുന്നുണ്ട്, എനിക്ക് പുള്ളി പറയുന്നുണ്ട്. പുള്ളിയോടെ വന്നിരുന്നല്ലേ, ഇല്ലാന്ന് ഓടിക്കോളണം. അത് ഞാൻ പറഞ്ഞ 9 മാസം 9 ദിവസം ഞാൻ കേട്ടത്. 9 മാസം 9 ദിവസം ഷുവറാണോ? എടാ എനിക്കറിയത്തില്ല. എനിക്ക് 292 ദിവസമായി. എടാ നിന്റെ ഗൂഗിള് എല്ലാം ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡൊക്കെ നമുക്ക് അവസാനം പറയാം. ഓക്കെ, അല്ല അത് തെറ്റുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം നിലവിൽ ഭൂമി വരച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. അല്ലല്ല, ആന. ആഫ്രിക്കനാണ്. ഓക്കെ, ഒരു ആനയുടെ ഗർഭസ്ഥ കാലാവസ്ഥ. ഗർഭസ്ഥ കാലാവസ്ഥ ഗർഭമല്ലാണ്ട് വേറൊന്നും ഇല്ല. ഓക്കെ, അല്ല ഞാൻ ആഫ്രിക്കനല്ല, ഒരു ആനയുടെ ഗർഭസ്ഥ എന്ന് പറയുന്നത് ഗർഭത്തെ കാലാവസ്ഥ ഒരു ആന ഗർഭം ധരിക്കാൻ ആവശ്യം കുഞ്ഞിനെ എടുക്കുന്ന സമയം. അതായത് ഞാൻ പറയുന്നത് 562 ദിവസമാണ് റെക്കോർഡിംഗായിട്ട്. ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല. 550 days. 552 എനിക്ക് തോന്നുന്നു. 2 വർഷം എത്തത്തില്ല. 2 വർഷം എത്തില്ല. അതായത് ഒരു
18 to 22 മാസങ്ങളാണ്. അതായത് പിങ്ക് ഡോൾഫിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, പിങ്ക് ഡോൾഫിൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യന്റെ ബുദ്ധിയുള്ള ഒരു അല്ലല്ല, ജീവിയാണ് പിങ്ക് ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ അല്ലല്ല, ഓക്കെ. അത് ഞാൻ ഈ കണ്ടു. പിങ്ക് ഡോൾഫിൻ എന്ന് പറയുന്ന സാധനം ലോകത്തിൽ അത് കാണപ്പെടുന്ന ഒരേ ഒരു സജീവം അത് എഴുതുന്നത് എനിക്കറിയില്ല. അറിയത്തില്ല. നദിയിലാണ്, നദിയില ഗോൾഫില പറയും കടലല്ല. പറ. ആമസോൺ. ആമസോണിൽ പിങ്ക് ഡോൾഫിൻ ഉണ്ട്. പിങ്ക് ഡോൾഫിൻ പറഞ്ഞത് ആമസോൺ എന്ന് നമ്മളെ പറയുന്നത് ആമസോൺ എന്ന് പറഞ്ഞ സാധനം ആമസോൺ എന്ന് ഉണ്ടല്ലോ. പറയുന്ന സാധനത്തെ കുറിച്ച് അല്ല, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ ഈ അതായത് ആമസോണിലുണ്ട്. ആമസോണിൽ നിന്ന് ഇതുവരെ കണ്ടുപിടിച്ചേക്കുന്നത് ഒരു 10% പോലും ഇല്ലാന്നാണ് ഇല്ല. പറയുന്നത്. ആ. 90% അതായത് നിഗൂഢതയാണ് പറയാതെ ആമസോണിൽ. എന്താണെന്നുള്ളത് ഭൂമിക്ക് മുകളിലേക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. ഭൂമിക്ക് ബുധൻ, കടലിൽ താഴെയും ശുക്രൻ, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭൂമി, ചൊവ്വ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഇതിനൊക്കും പുറത്തേക്ക് നമ്മളെ ടെലിസ്കോപ്പുകൾ പോയിട്ടുണ്ട്. പല ഗാലക്സികളെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സത്യ. പക്ഷേങ്കിൽ ഭൂമിക്കുള്ളിലേക്ക് ഇതാ എൻ്റെ പേരിൽ കടലാണ്. ഈ കടലിനുള്ളിലേക്ക് മനുഷ്യർക്ക് എത്തിച്ചേരാൻ പറ്റില്ല. കടലിനുള്ളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷെ ആമസോണിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. വരെ എനിക്ക് തോന്നുന്നത് 50% പോലും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആമസോൺ എന്താ ഉള്ളത്? ആമസോണിന്റെ മുകളിൽ അതായത് വലിയൊരു, അതായത് ആമസോണിൽ, അതായത് ആമസോൺ എന്ന് പറഞ്ഞാൽ മഴക്കാട്. ഇതിന് മുകളിൽ, അതായത് ഇതിന് മുകളിൽ വലിയൊരു, അതായത് നമ്മളെ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. വിസ്ഫോടനം നടക്കുന്നത് മഴ കൂടുതൽ പെയ്യുക, സുനാമി, അങ്ങനെയുള്ള സംഭവം. എങ്ങനെ സംഭവിക്കുന്നു? കാടുകളുള്ള മേഖലകളിൽ മാത്രമേ സുനാമി എന്ന് പറയുന്ന സാധനം ഭൂമിക്കടിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലാറ്റ്, അതായത് നമ്മളെ പ്ലാനറ്റുകളുണ്ടാവും, നമ്മളെ പ്ലേറ്റുകളുണ്ടാവില്ലേ, അതൊരു സാധനങ്ങൾ ചലിക്കുന്നതിന്റെ ഭാഗമായിട്ട് സുനാമി ഉണ്ടാവും. സുനാമി എന്ന് പറഞ്ഞ സാധനം മനസ്സിലായി. ഈ സുനാമി ഉണ്ടാവുന്നത് അതായത് നമ്മളെ ഈ ആമസോൺ എന്ന് പറയുന്ന സാധനം, അതായത് ഇപ്പൊ നമ്മുടെ ഈ ലോകത്തിന്റെ 1/3 ഫോർ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ കടൽ. കടലില്ലെങ്കിൽ നത്തിങ്. കാരണം കടലിലുള്ള സൂക്ഷ്മരി, അതായത് കടൽ, അതായത് നമ്മളെ പവിഴക്കുട്ടികൾ ഇതൊക്കെയാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 1/3, അതായത് ഈ ലോകം നിലനിന്ന് പോകാനുള്ളതിന് ഭൂമിയുടെ 1% ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആമസോൺ കാടുകളാണ്. ചത്തു. ചത്തോണല്ല, ഒരു ഭാഗം ചത്തു. അതായത് നിങ്ങൾ സിഗരറ്റ് വലിച്ചില്ലേ, നിങ്ങളെന്നല്ല, ഒരു മനുഷ്യൻ സിഗരറ്റ് വലിച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെ അത് ബാധിക്കുന്നു അതുപോലെയാണ് ഭൂമിനെ ബാധിക്കുക. ഈ ആമസോൺ എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ട് ആമസോൺ എന്ന് പറയുന്ന സാധനം നിഗൂഢതകളാണ്. ഒന്നും തെളിയിക്കാൻ പറ്റില്ല. അതായത് അതിൻ്റെ അകത്ത് ചൂടുള്ള നദികൾ, കുമിളകൾ, അത് ചുട്ടുപൊള്ളുന്ന നദികൾ ഈ ആമസോൺ. ഈ ലോകത്തെ എന്തൊക്കെ നമ്മള്, അതായത് ഈ ലോകം ഇപ്പം ഭയങ്കരമായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. AI എല്ലാ കാര്യങ്ങളായി, അതായത് ടെക്നിക്കലി ലോകം ഭയങ്കരമായിട്ട് ഓരോ ദിവസം കഴിയുന്നവരും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ആമസോണിനുള്ളിൽ എന്താണെന്നോ ആമസോണെന്നല്ല കേട്ടോ, എന്റെ പിന്നിൽ കിടക്കുന്ന കടലിൽ എന്താന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ നിൽക്കുക ഇപ്പൊ ലോകം. പക്ഷെങ്കിൽ ഈ ലോകത്തിന് ഇപ്പോ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ലോകത്തിന് വെളിയിൽ പോകുന്നു. മനസ്സിലായി? അത് ഞാൻ വസിക്കുന്ന ഇന്ത്യ ആയാലും ഞാൻ എന്ന് വസിക്കുന്ന മാൾട്ട ഇതിനോട് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോട്ടെ. റഷ്യ, അമേരിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അമേരിക്ക നോക്കുന്നത് ക്യൂബയിൽ കോളനി സ്ഥാപിക്കാൻ പറ്റും. എലോൺ മസ്ക് ഓക്കെ, കോളനി സ്ഥാപിക്കാൻ പറ്റില്ല. പക്ഷേ അവർ പോലും ഇന്ന് ഭൂമി എന്താണെന്ന് പഠിക്കാൻ ഇന്നവരെ ശ്രമിച്ചിട്ടില്ല. മനസ്സിലായി? ഭൂമി ശരിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ രാജ്യത്തും എല്ലാ ലോകത്തും എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലായിടത്തും മനുഷ്യൻ്റെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആമസോൺ എന്ന് പറയുന്ന സാധനം, അതായത് ആമസോൺ കാടുകളും ആമസോൺ നിലനിൽക്കുന്ന ആ പ്രദേശവും ഫുള്ളായിട്ട് ഡിസ്കവർ ചെയ്യാനായിട്ട് ഡോക്ടർ രാജ്യം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അവിടെ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവിയാണെന്നറിയാം. അതൊരു തവളയാണ്. അത് തവള. അത് തവളയുടെ പേര് എനിക്ക് അറിയത്തില്ല എന്ന് ഇവിടെ പറയാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ പറയുന്ന കാര്യമായിട്ട് പറയട്ടെ. അതായത് നമ്മളൊരു തേനായിക്ക് ഒരു കുത്തിടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണ് അറിയേണ്ട ആവശ്യമില്ല. നീ ഒരു തവളേന്റെ പേര് പറഞ്ഞു, എനിക്ക് പറഞ്ഞു ലോകത്തുള്ളൊരു വിഷമുള്ള ജീവി തവളയാന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ തവള ഏതാന്നുള്ള എനിക്ക് അക്കാൾ ഉത്തരം എനിക്ക് അല്ലാണ്ടുള്ള ചോദ്യങ്ങളുടെ കിട്ടുന്ന ആവശ്യമില്ല. അത് ഞാൻ പറയുന്നത് ഈ കേക്ക്. ആ സാധനത്തിന്റെ, അതായത് നമ്മുടെ തേനയ്ക്കൊരു കുത്തില്ലേ, ആ കുത്തിന്റെ വലിപ്പമുള്ള ആ കുത്തിന്റെ അത്ര വിഷം ഒരു മനുഷ്യരിൽ കയറി കഴിഞ്ഞാൽ
അതായത് ജസ്റ്റ് ഒരു പോയിന്റ്, അതായത് ഒരു തേനിക്കിടുന്നൊരു കുട്ടിന്റെ ആ വിഷം നമ്മളെ മത്സരത്തിൽ കയറി കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു. ഓക്കെ, ഞാനൊന്നൊരു കാര്യം പറയട്ടെ. നിങ്ങളൊന്ന് ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കവിടെ ഉത്തരം കിട്ടാതെ സ്ഥിതിക്ക് ഞാൻ പറയുന്നത്, എൻ്റെ ഈ ചോദ്യം വ്യക്തമാണ്. അതായത് ഞാൻ പറയുന്നത് ലോകത്തുള്ള ഏറ്റവും പറ്റുള്ള ജീവി ഒരു ഉറുമ്പാണ്. ആ ഉറുമ്പിൻ്റെ ഉറുമ്പ് ഈ വഴിയിലേക്കൂടെ നടന്നു പോയത്, അതായത് മനുഷ്യന്മാർ ചത്തു. മനസ്സിലായ? അതിൻ്റെ സ്പർശന ഏക്കണ്ട, അതിൻ്റെ കുത്ത ഏക്കണ്ട. തമ്പി അല്ല, ഞാൻ പറയുന്നത് മനസ്സിലായ? ഒരു ഉറുമ്പാണ് ഞാൻ പറയുന്നത്. വേൾഡിൽ ഏറ്റവും മോസ്റ്റ് പോയിസണസ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബ്ലാക്ക് മാപ്പിയാണോ? അല്ല, പിന്നെ ഒരു ഒക്ടോപ്പസ്, ബ്ലൂ റിംഗ് ഒക്ടോപ്പസ്. ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ വലയിലൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കല്ലേ. 36ാമത്തെ വയസ്സിൽ PhD എഴുതാൻ പോകുന്ന ഞാനാണ്. നീ ഇല്ലാത്ത കാര്യങ്ങൾ. രണ്ടാമത് സാധനമാണ് തവള. ആ തവള ഏതാട്ടാ? അല്ല, അവൻ പറഞ്ഞ ശരിക്ക് ആ തവള ഏതാ നീ തരണം. അല്ല, രണ്ടാമത്തെ സാധനത്തിന്റെ ഒരു സ്പൈഡറാണ്. തമ്പി നീ പിന്നെയും നോക്കടാ. ആസ്ട്രേലിയയിൽ ഇഷ്ടംപോലെ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാമ്പ് എന്ന് പറഞ്ഞാൽ തായ്വാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അത് ചേട്ടാ നോക്കിയാൽ വെനമസ് സ്നേക്ക്, ബ്ലാക്ക് മാമ്പ എന്നുണ്ടാവുക. പക്ഷേ ഏറ്റവും വെനമസ് ആയിട്ടുള്ള സ്നേക്ക് അത് അങ്ങനെ ആരും കടിച്ചിട്ട് മനുഷ്യന്മാരെ മറ്റേതായിട്ട് ഒരു പേരുമില്ല. ഇന്ത്യയിൽ രാജാമ്പാല കടിച്ചിട്ട് ഒറ്റ മനുഷ്യൻ കഴിച്ചു. ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂരടാ. കേരളത്തിലെ മൃഗശാലയിൽ ഒരു എണ്ണ കഴിച്ചിട്ടുണ്ടല്ലോ. ആര് പറയുന്നു? കേരളത്തിലെ മൃഗശാലയിൽ, തൃശ്ശൂർ മൃഗശാലയിൽ ഒന്ന് ബ്ലാക്ക് മാമ്പയാണ്. അല്ലെങ്കിൽ തായ്വാൻ വൈപ്പാണ്. ഇൻലാൻഡ് തായ്പാൻ. അത് ഓസ്ട്രേലിയ. അത് പക്ഷേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം. പക്ഷേ അത് അത് കടിച്ചിട്ട് മനുഷ്യൻ മരിക്കാൻ. ജെല്ലിഫിഷ്, നോർമൽ ജെല്ലിഫിഷ് അല്ല, ബോട്ട് ജെല്ലിഫിഷ്. ലോകത്തില് ഈ രാജവന്മാരിക്കുള്ള ഒരു ഇത് പ്രത്യേകത അറിയാം. ലോകത്തെ ഏറ്റവും കാടിലേറിയ രാജവന്മാരുടെ അല്ല കേട്ടോ. ലോകത്തെ ഏറ്റവും കാടിനും കയറിയ വിഷം രാജവന്മാരുടെ അല്ല. രാജവന്മാരുടെ വിഷത്തിന്റെ പ്രത്യേകത അറിയാം. അത് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു മൂർക്കം കടിച്ചു കഴിഞ്ഞാൽ 10 മില്ലി ആണെങ്കിൽ രാജവന്മാരെ കടിച്ചു കഴിഞ്ഞാൽ 5 ഇരട്ടി വിഷം. ചേട്ടാ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇവിടെ 4 ഈ ലോകത്തിൽ അല്ല, ഞാൻ പറയണ്ടേ, ഈ ലോകത്തിൽ ഒന്നിനും 2 പ്രശസ്തി ഉണ്ടാവും. 2 പ്രശസ്തി ഉണ്ടാവും. അല്ല ചേട്ടാ, ഈ 8 പ്രശസ്തി ഇല്ലാന്നേ ലോകത്തിൽ. ചോദിക്കേണ്ട ഒന്നും ഏറ്റവും അവസാനത്തിൽ വരത്തുള്ളൂ. രണ്ടാമത്തെ എവിടെയും ചോദ്യം വരത്തില്ല. നീ ഇപ്പോൾ ഓട്ടം എടുത്തിട്ട് 1ാം സ്ഥാനത്തെത്തി. 1ാം സ്ഥാനത്തെത്തിയതേ അവിടെ പ്രശസ്തി ഉണ്ടാവും. നീ 2ാം സ്ഥാനത്തെത്തിയോ? ലോകത്തിൽ അന്ന് ഉസൈൽ ബോട്ടിലപ്പുറം 2ാം സ്ഥാനത്തെത്തിയേ ആരാന്നുള്ളത് എവിടെയും പ്രശസ്തിയുള്ള ചോദ്യത്തിൽ വരാറുണ്ടോ? എവിടെയും വരാറില്ല. ഒന്നിനും അവസാനത്തിന് സ്ഥാനമുള്ളൂ. ഒന്നും ഇതിന് നടുക്കുള്ള കാരണം ബ്രോ, നമുക്ക് പോയാലോ? നമുക്ക് ഏകദേശം നല്ലൊരു നേരമായി. ഒരു 3:30 സമയമായി. തീർച്ചയായും നമുക്ക് ബാക്കി വണ്ടി നിന്റെ ചോദ്യം എനിക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടിയില്ല കേട്ടോ. ഇതിലേക്ക് എനിക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടിയില്ല. തവളേനും കൊണ്ടുവന്നേക്കും. ആ തവളേന് സാധനം എന്താ പറയാ? അതിന്റെ പേര് പച്ചത്തവള. ഞങ്ങള് ഫ്രൈവ് എനിക്ക് തവള കഴിച്ചിട്ടുണ്ടോ? പച്ചത്തവള തവള കഴിച്ചിട്ടുണ്ടോ? തവള കഴിച്ചില്ല. എടാ, എന്റെ പോലെ തവളനെ കഴിക്കണം. അതൊക്കെയാണ് അതിന്റെ. ഫ്രൈ ചെയ്തേക്കണം. കറി വെച്ചാൽ തവളനെ ഫ്രൈ ഒക്കെ ചെയ്യണം. എവിടെ ഓടുന്നേ? ഇന്നും തോറ്റു പോകാന്നോ? അങ്ങനെ പോലെ